ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 8ാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. സഹോദര സ്നേഹത്തിൽ വളരണം എന്നതാണ് ഇന്നത്തെ വിചിന്തന വിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലുള്ള യേശുവിൻ്റെ മലയിലെ പ്രസംഗം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. 17 സുപ്രധാനങ്ങളായ വ്യത്യസ്ത കൽപ്പനകളാണ് മലയിലെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അതിൽ 3 തവണ ആവർത്തിക്കുന്ന ഒരേ ഒരു കൽപ്പന സഹോദര സ്നേഹത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളുമായി രമ്യതപ്പെടുക, ശത്രുക്കളെ സ്നേഹിക്കുക, അന്യരെ വിധിക്കരുത് എന്നിങ്ങനെ 3 വിഷയങ്ങളായി തിരിച്ച് യേശു ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നു. മലയിലെ പ്രസംഗത്തിലെ 17 കൽപ്പനകളിൽ പ്രഥമ കൽപ്പനയായി സഹോദര സ്നേഹം നൽകുന്നതിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ നിയമമായി യേശു അത് നിർദ്ദേശിക്കുകയാണ്. നിയമത്തിലെ അതിപ്രധാന കൽപ്പന ഏതാണ് എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന എന്ന് പറഞ്ഞ ശേഷം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന 2ാം കൽപ്പന ഇതിന് തുല്യം എന്ന് യേശു പ്രത്യേകം എടുത്തു പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നതിനും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളതെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതുവഴി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്ന 1 യോഹന്നാൻ 4:20 വചനം തരുന്ന സന്ദേശം ഒരുവനെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നത് സഹോദര സ്നേഹമാണെന്നല്ലേ? സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന പാപക്ഷമ ലഭിക്കുന്നത് നാം സഹോദരരെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് സ്പഷ്ടമാക്കുന്നു. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല എന്ന യേശുവചനം സഹോദര സ്നേഹക്കുറവ് നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന പാപക്ഷമ നഷ്ടമാക്കുമെന്നും വ്യക്തമാക്കുന്നു. എത്ര സമയവും എത്ര നാളുകളും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല എന്ന് ചിലപ്പോഴെങ്കിലും നാം ആവലാതിപ്പെടാറില്ലേ? ഏത് സമയമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയം? സഹോദരരോട് ക്ഷമിക്കുന്ന സമയം തന്നെ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ അത് യേശു പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. അപ്പോൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രാർത്ഥന കേൾക്കുന്ന സമയം. ചുരുക്കത്തിൽ ആരെയെങ്കിലും നമ്മുടെ സ്നേഹവലയത്തിന് പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവാരാധനയും ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും സൽപ്രവൃത്തികളുമെല്ലാം യോഗ്യത കുറഞ്ഞവയായിത്തീരും. അത്ര നിർണായകമാണ് സഹോദര സ്നേഹം ക്രിസ്തീയ ജീവിതത്തിന്. ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് അഥവാ കൃപയാണ് സ്നേഹിക്കാനുള്ള കഴിവ്. അത് താലന്ത് പോലെയാണ്. വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ്. അതിനാലത്രേ മരിയൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ 8ാം ദിവസമായ ഇന്നത്തെ ധ്യാന വിഷയം സഹോദര സ്നേഹത്തിൽ വർദ്ധിക്കണം എന്നതാക്കിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 24 വരെയുള്ള വചനം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം.
നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വച്ച ശേഷം പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ആമുഖം. ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഒരു പ്രധാന തടസ്സം സഹോദര സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാത്തതാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-20 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുകയാണ്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. സഹോദര സ്നേഹവും ദൈവസ്നേഹവും വേർതിരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. സഹോദര സ്നേഹക്കുറവ് ദൈവത്തോടുള്ള സ്നേഹക്കുറവിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവനിൽ പരസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കും. ഇക്കാരണത്താലാണ് ഒരുവൻ്റെ ജീവിതാന്ത്യത്തിൽ അവൻ വിലയിരുത്തപ്പെടുന്നത് ഭൂമിയിൽ ആയിരിക്കുമ്പോഴുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ ആയിരിക്കുന്നു. ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സഹോദരരെ നാം സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരനോടുള്ള സ്നേഹമാണ് ദൈവിക ജീവനിൽ അഥവാ ദൈവ ഐക്യത്തിൽ നമ്മെ നിലനിർത്തുന്നത്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഒരു കൊലപാതകയിലും നിത്യജീവൻ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് വിശുദ്ധ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പിശാചിനെ യേശു വിളിക്കുന്ന പേരാണ് കൊലപാതകി. സഹോദരരുമായി അനൈക്യത്തിൽ കഴിയുന്നവൻ പിശാചിന് തുല്യമായ അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ അന്തസത്ത. ഇഷ്ടം സ്നേഹമാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നു. സ്നേഹവും ഇഷ്ടവും രണ്ടും രണ്ടാണ്. ഒരാളോട് ഇഷ്ടം തോന്നാൻ കാരണം അയാളിലുള്ള ചില ബാഹ്യ നന്മകളാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ അയാളിലുള്ള ആ നന്മകൾ എനിക്ക് പ്രയോജനപ്പെടും, അയാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നതാണ്. അതാണ് ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്നിലുള്ള നന്മ അവരിലേക്ക് ഒഴുകുന്നതാണ്. അതായത് പരസ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്നിലുള്ള നന്മയാണ്, അവരിൽ ഉള്ള നന്മയല്ല. അവരിലുള്ള തിന്മ പരിഹരിക്കാനായി എന്നിലുള്ള നന്മ അയാൾക്ക് നൽകുന്നതാണ് യഥാർത്ഥ പരസ്നേഹം. സ്നേഹം സ്വാർത്ഥമൊട്ടുമില്ലാത്ത ആത്മദാനമാണ്. ഇഷ്ടത്തിലും കുറേയൊക്കെ ആത്മദാനം കണ്ടേക്കാമെങ്കിലും വ്യവസ്ഥയ്ക്ക് വിധേയമായതുകൊണ്ട് അത് യഥാർത്ഥ സ്നേഹമാകുന്നില്ല. കുറ്റങ്ങളും കുറവുകളും ഉള്ളവരെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് ക്രിസ്തു സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിലുള്ള നന്മയല്ല, പ്രത്യുത സ്നേഹിക്കുന്ന വ്യക്തിയിലുള്ള നന്മയാണ് ക്രിസ്തു വീക്ഷണത്തിൽ ഒരാളെ സ്നേഹയോഗ്യനാക്കുന്നത്. സഹോദരങ്ങളെ ദ്വേഷിക്കാൻ എന്താണ് കാരണം? നമ്മുടെ വിലയിരുത്തലിൽ ചിലർ സ്നേഹയോഗ്യരല്ല എന്ന് തോന്നുന്നതിനാലാണ്. അവരിലുള്ള കുറവുകളാണ് നമ്മെ അവരിൽ നിന്ന് അകറ്റുന്നത്. കുറ്റങ്ങളും കുറവുകളുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാൻ എന്താണ് വഴി? താഴെ ചില ദൈവവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 32-ാം വാക്യം: നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നമ്മെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നതിലാണ് ക്രൈസ്തവ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അതുല്യത അതാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം:
നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. വെറും 100 ധനാറ സഹോദരന് ഇളവ് ചെയ്ത് കൊടുക്കാതിരുന്നത് മൂലം 10,000 താലന്തിൻ്റെ ഇളവ് യജമാനിൽ നിന്ന് സൗജന്യമായി ലഭിച്ച ദാസന് ആ ഇളവ് നഷ്ടപ്പെടുകയും വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു എന്ന് സുവിശേഷത്തിൽ പറയുന്നു. സഹോദരരോട് ക്ഷമിക്കാത്തവർക്ക് ദൈവത്തിൽ നിന്നുള്ള കരുണയ്ക്ക് അർഹത നഷ്ടപ്പെടും. മർക്കോസിൻ്റെ സുവിശേഷം 11-25 വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. പ്രാർത്ഥനയും സഹോദര സ്നേഹവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് എന്നിത് കാണിക്കുന്നു. അവരോട് സൗഹൃദത്തിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേരാൻ കഴിയൂ. സഹോദരരോട് പൂർണ്ണമായി ക്ഷമിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമേ ഇല്ല. സഹോദരരുമായി ഐക്യമില്ലാത്തവർക്ക് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനാവുകയില്ല എന്നതാണ് ഇതിന് കാരണം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പൂർവ്വ യോസേപ്പിൻ്റെ വാക്കുകളാണിത്. നിങ്ങൾ ഈജിപ്തുകാർക്ക് എന്നെ വിറ്റതോർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. നമുക്ക് ദ്രോഹം വരുത്തിയവരെയെല്ലാം ദൈവത്തിലേക്കും ക്രൈസ്തവ പൂർണ്ണതയിലേക്കും നമ്മെ നയിച്ച ഉപകരണങ്ങളായി കണക്കാക്കണമെന്നാണ് പഴയ നിയമത്തിലെ യോസേപ്പിൻ്റെ ഈ മാതൃക നമ്മോട് പറഞ്ഞു തരുന്നത്. ശത്രുക്കളോട് ഒരിക്കൽ ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൃപയിൽ വളരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് സ്വഭാവേന നഷ്ടപ്പെടും. ഹൃദയം കഠിനമായി തീരുകയും ദുരഭിമാനം വളർന്ന് പഴയ ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും തിരിച്ചു പോവുകയും ചെയ്യും. കിട്ടിയ താലന്ത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച ദാസന് കൂടുതൽ ഉയർച്ച ഉണ്ടായപ്പോൾ ലഭിച്ചത് ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് ഉള്ളതുപോലും തിരിച്ചെടുക്കപ്പെട്ടു. സഹോദരരെ സ്നേഹിക്കാനുള്ള കൃപ വളർത്താൻ ബോധപൂർവ്വം ശ്രമിക്കുന്നില്ലെങ്കിൽ ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കുക. സഹോദര സ്നേഹത്തിൽ വളരുന്നത് എങ്ങനെ? ഒന്നാമതായി, ആരോടെങ്കിലും മുമ്പ് ശത്രുതയും പിണക്കവും ഉണ്ടായിരുന്നോ അവർക്ക് വേണ്ടി പ്രതിദിനം ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തണം എന്നതാണ്. ദീർഘകാലം അവർക്ക് വേണ്ടിയുള്ള ക്ഷമാപ്രാർത്ഥന കൊണ്ടേ അവരുമായുള്ള ബന്ധത്തകർച്ചയുടെ മുറിവുണങ്ങുകയുള്ളൂ. ശരീരത്തിൽ ഏറ്റ ആഴമേറിയ മുറിവ് ഒരു പ്രാവശ്യം മാത്രം മരുന്ന് വെച്ച് കെട്ടിയത് കൊണ്ട് സുഖപ്പെടാത്തതുപോലെ തന്നെയാണ് വ്യക്തിബന്ധ തകർച്ച മൂലമുണ്ടായ ആന്തരിക മുറിവിൻ്റെ കാര്യവും. രണ്ടാമതായി, ക്ഷമിച്ചവരെയെല്ലാം നേരിൽ കണ്ട് അനുരഞ്ജനപ്പെടണം. അതുടനെ ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ ദുരഭിമാനത്തിലൂടെ നമ്മിൽ പ്രവേശിച്ച് നമ്മുടെ ഹൃദയം കഠിനമാക്കുകയും അങ്ങോട്ട് ചെന്ന് അനുരഞ്ജനപ്പെടാതിരിക്കാൻ വേണ്ട ന്യായീകരണങ്ങൾ പുതുതായി കണ്ടെത്താൻ ഇടയാക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ മുൻപിൽ താഴാൻ തയ്യാറാകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നാം പക്വത പ്രാപിക്കുകയും ക്രിസ്തീയ പരിപൂർണതയിലേക്ക് പെട്ടെന്ന് ഉയർത്തപ്പെടുകയും ചെയ്യും. കാരണം വചനം ലൂക്കാ 18:14 പറയുന്നു, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മൂന്നാമതായി, അനുരഞ്ജനപ്പെട്ടവരോടെല്ലാം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരണം. മുൻപ് അകറ്റി നിർത്തിയിടുന്നവരെയും അന്യരായി കരുതിയിരുന്നവരെയും സ്വസ്നേഹ വലയത്തിലാക്കണം. പ്രകാരം ആരോടെല്ലാം നാം വർദ്ധിക്കുന്നുവോ അവരെയെല്ലാം യേശുവിന് വേണ്ടി നാം നേടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരം സ്നേഹം അവരുടെ മാനസാന്തരം സാധ്യമാക്കും. നാലാമതായി, അനുരഞ്ജനപ്പെട്ടവരെയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 5-44 വാക്യം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. തിന്മയ്ക്ക് പത്രോസിൻ്റെ 1 ലേഖനം 3-9 വാക്യം,
തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. ഏറെക്കാലത്തെ ശത്രുത മൂലമുളവായ അകൽച്ച മാറിപ്പോകുന്നതിന് ഇത്തരം അനുഗ്രഹ പ്രാർത്ഥന ഏറെ ആവശ്യമാണ്. നമ്മോട് തന്നെ മരിക്കുക യേശുവിനെ അനുഗമിക്കുന്നതിന് ആവശ്യമാണ്. സ്വയം താഴ്ത്തി സഹോദരനോട് അനുരഞ്ജനപ്പെടുക നമ്മുടെ സ്വാർത്ഥത്തെയും അഹങ്കാരത്തെയും നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് ഇതേപ്പറ്റി ഇപ്രകാരം പറയുന്നു: പ്രകൃത്യ നാം മയിലിനേക്കാൾ അഹങ്കാരികളാണ്. അതിനാൽ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആത്മപരിത്യാഗം പരിശീലിക്കുകയും സ്വന്തം ജീവനെ കാര്യമായി കരുതാതിരിക്കുകയും ചെയ്യട്ടെ. യഥാർത്ഥ മരിയഭക്തി 79-80. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാം. യഥാർത്ഥ മരിയഭക്തി 171 ഖണ്ഡിക. മരിയഭക്തി പരസ്നേഹ പ്രവൃത്തിയാണ്. യഥാർത്ഥ മരിയഭക്തി വഴി സർവ്വയോഗ്യതകളും പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കുന്നത് മൂലം പരസ്നേഹം അത്യുത്കൃഷ്ടമാം വിധം നാം പരിശീലിക്കുന്നു. ഇതുവഴി നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും ഏറ്റവും നിസ്സാരമായ സദ്വിചാരമോ സഹനമോ പോലും നമുക്കായി നീക്കിവെക്കാതെ കന്യക മറിയത്തിൻ്റെ തൃക്കരങ്ങളിലൂടെ നാം സഹോദരന് നൽകുകയാണ്. ഇതുവഴി നമ്മുടെ യോഗ്യതകൾ ദൈവമാതാവിൻ്റെ ഇഷ്ടം പോലെ പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചനത്തിനുമായി വിനിയോഗിക്കാൻ നാം സമ്മതിക്കുന്നു. ഇതല്ലേ യഥാർത്ഥ സഹോദര സ്നേഹം? വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വായന ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27-36 വരെ. എൻ്റെ വാക്ക് ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പ്രാർത്ഥന. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതിന് പരസ്നേഹം എത്ര കണ്ട് അനിവാര്യമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന ദൈവവചനം എൻ്റെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി സഹചരോടുള്ള എൻ്റെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തണമേ. മറ്റുള്ളവരിലെ കുറവുകൾ അനുകമ്പാപൂർവം കാണാൻ എന്നെ സ്നേഹവാനാക്കണമേ. എന്നിൽ നിന്ന് അകന്നുപോയവരുമായുള്ള എൻ്റെ ബന്ധം പുനഃസ്ഥാപിച്ച് വളർത്തി സുദൃഢമാക്കണമേ. നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ എന്നെ വളർത്തുകയും ചെയ്യണമേ. തിരുക്കുമാരൻ്റെ കഠിനയാതനയുടെ വേളയിൽ അവിടുത്തെ ഉപേക്ഷിച്ചോടിപ്പോയ സ്നേഹന്മാർക്ക് തുണയും സങ്കേതവും നൽകി അവരെ സ്നേഹിച്ച പരിശുദ്ധ ദൈവമാതാവേ, അമ്മയെപ്പോലെയാകാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിക്കാനായി അമ്മ പ്രാർത്ഥിക്കണമേ. ഞാനും അമ്മയെപ്പോലെ എൻ്റെ ശത്രുക്കളുടെ ഗുണകാംക്ഷിയായി മാറട്ടെ. ആമേൻ. സൽക്കൃത്യം. പോക്കും വരവും ഒഴിവാക്കിയ ഒരു കുടുംബം സന്ദർശിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ. പരിശുദ്ധാത്മാവേ വരേണമേ.
അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. സൃഷ്ടാവേ വരിക, സൃഷ്ടാവേ വരിക, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.